1900 സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീടിൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ നമുക്ക് 1100ഉം ഫസ്റ്റ് ഫ്ലോർ 800 സ്ക്വയർ ഫീറ്റും ആണ്. ബാക്കി ഏരിയ നമ്മൾ ഓപ്പൺ ടെറസ് ആയിട്ട് വിട്ടിരിക്കുന്നു. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഈരാറ്റുപേട്ടിലുള്ള ഈ പ്രോജക്റ്റ് ക്ലയന്റ് നമ്മളെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഒരു 4 BHK പ്ലസ് അമ്യൂണിറ്റീസിൽ ഒരു ട്രോപ്പിക്കൽ ഡിസൈനോട് കൂടിയ ഒരു നമ്മുടെ ഡിസൈൻ പാറ്റേൺസ് കണ്ടിട്ട് ആ ഒരു പാറ്റേണിൽ ആ ഒരു റിക്വയർമെന്റുമായിട്ട് അപ്രോച്ച് ചെയ്ത ക്ലയന്റാണ്. പ്രോജക്റ്റിന് ഒരു ചലഞ്ച് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് 5 സെന്റാണ് പ്ലോട്ട്. 5 സെന്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ പ്ലോട്ടിന്റെ കിടപ്പ്. അപ്പോൾ നമുക്ക് ആ ഓറിയന്റേഷൻ എല്ലാം മീറ്റ് ചെയ്യണം, ഓറിയന്റേഷൻ റിക്വയർമെന്റ്സ് നമുക്ക് മീറ്റ് ചെയ്യണം. അതുപോലെ നമുക്ക് സെറ്റ് ബാക്സ് വരുമ്പോഴത്തേനും സെറ്റ് ബാക്സ് അറേഞ്ച് ചെയ്യാനായിട്ട് സ്റ്റെപ്പ് കട്ടിങ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമുക്ക് ചലഞ്ചസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്തു വന്നപ്പം നമ്മൾ ഒരു ഇനിഷ്യൽ സ്ക്രിബിളിംഗ് നടത്തിയപ്പം ഈ പ്ലോട്ട് ഫേസ് ചെയ്യുന്നത് ശരിക്കും പ്ലോട്ടിന്റെ ഒരു വിഡ്ത്ത് വന്നിരിക്കുന്നത് ഈസ്റ്റ് സൈഡിലാണെങ്കിലും റോഡിന്റെ അപ്രോച്ചും ആ 0 ലെവലും ഒക്കെ അപ്രോച്ച് റോഡൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ കാർ പോർച്ചും എൻട്രൻസും ഒക്കെ നോർത്ത് സൈഡിലേക്ക് കൊടുക്കേണ്ടതായിട്ടാണ് സൈറ്റിൽ വന്നിരുന്ന ഒരു സിറ്റുവേഷൻ. ഇതിന്റെ സൺപാത്ത് വിൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഏകദേശം അവിടുത്തെ ഒരു ടെറൈൻ്റെ ഒരു ചായവൊക്കെ വെച്ചിട്ട് ഒരു നോർത്ത് ഈസ്റ്റ് കോർണർ സൗത്ത് ഈസ്റ്റ് കോർണറിലേക്കാണ് അതിന്റെ പാസിങ് വരിക. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്ലാൻ നമുക്ക് നോക്കാം. ഈ പ്ലോട്ടിന്റെ റോഡ് അപ്രോച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതാണ്. നമുക്ക് നോർത്ത് സൈഡ് വരുന്നത്, ഈസ്റ്റ് സൈഡ് ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് റോഡ് പ്ലോട്ടിനെ അറൗണ്ട് ചെയ്ത് പോകുന്നത്. നമ്മൾ ഈ ഒരു കോർണർ നോർത്ത് ഈസ്റ്റ് കോർണറിൽ നമ്മൾ അപ്രോച്ച് കൊടുക്കേണ്ടി വന്നു. അവിടെ നമ്മൾ ഇങ്ങോട്ടാണ് അതിന്റെ കാർ പോർച്ചും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ എലിവേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുകൂടാതെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ നോർത്ത് സൈഡിൽ നിന്ന് നമ്മൾ എൻട്രൻസ് വന്നു. നമുക്ക് ഈ പറയുന്ന മെയിൻ ഡോറ് വന്ന് ഈസ്റ്റ് സൈഡിലേക്ക്, കാരണം ഈസ്റ്റ് എന്നൊരു താല്പര്യം ക്ലയന്റ് പറഞ്ഞുകൊണ്ട് നോർത്തിൽ നിന്ന് നമ്മൾ സിറ്റ് ഔട്ട് അപ്രോച്ച് ചെയ്തിട്ട് എൽ ഷേപ്പിലൊരു സിറ്റ് ഔട്ട് വന്ന് മെയിൻ ഡോറ് ഫേസ് ചെയ്യുന്നത് ഈസ്റ്റ് സൈഡിലേക്കാണ്. നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് നമുക്കൊരു ഡ്രോയിങ് റൂം വരുന്നു. ആ ഡ്രോയിങ് റൂമിൻ്റെ അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സി ഷേപ്പിൽ നമ്മളൊരു സീറ്റിംഗ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതോട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളവിടെ ഒരു ഫാമിലി ലിവിങ് വരുന്ന വിധത്തിലാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഫാമിലി ലിവിങ് കം സ്റ്റെയർ റൂം ഏരിയന്ന് നമ്മൾ ഇമ്മീഡിയറ്റ് വീണ്ടും അപ്രോച്ച് ചെയ്യുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ്. ആ ഡൈനിങ് അറൗണ്ട് ചെയ്തിരിക്കുന്നത് ഈസ്റ്റ് സൈഡിൽ നമ്മുടെ മാസ്റ്റർ കിച്ചണും അതുപോലെ വെസ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊരു കോർട്ട്യാർഡും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു പാറ്റിയോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് എന്ന് പറയുന്ന മാക്സിമം ട്രാഫിക് ഉള്ള ഏരിയയിലേക്ക് നമുക്കൊരു എയർ ഇൻടേക്കും ഒരു ഗ്രീനറി ആംബിയൻസും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കിച്ചണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സൗകര്യം നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ നമ്മൾ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ക്ലയന്റിന്റെ ആവശ്യം അതായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് പറഞ്ഞത്. മുമ്പ് പറഞ്ഞ ആ പ്ലോട്ടിന്റെ ചലഞ്ചസുമായി ബന്ധപ്പെട്ട് നമുക്ക് അധികം അമ്യൂണിറ്റീസ് ഗ്രൗണ്ട് ഫ്ലോറിൽ പ്ലേസ് ചെയ്യാൻ പറ്റാവുന്നു. അപ്പം അങ്ങനെയാണ് നമുക്ക് ഒരേ ഒരു സിംഗിൾ ബെഡ്റൂം വന്നിരിക്കുന്നത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഓവറോൾ ഈ പ്രോജക്റ്റിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഏരിയ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിരിക്കുന്ന മുമ്പ് പറഞ്ഞ പോലെ ഒരു 300 സ്ക്വയർ ഫീറ്റോളം നമ്മൾ ഓപ്പൺ ടെറസ് ആയിട്ട് വിട്ടിട്ടുണ്ട്. ഫ്രണ്ട് ഏരിയയിലും ബാക്ക് ഏരിയയിലും ഒക്കെ ആയിട്ട് ഇപ്പം ഡ്രൈയിങ് ഏരിയ അങ്ങനെയുള്ള പ്രൊവിഷനൊക്കെ കൊടുത്തുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുന്ന 2 അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ആണ്. പിന്നെ അതിന്റെ വേണ്ട മിനിമം ആയിട്ടുള്ള പാസേജ് ഏരിയ. ഇതാണ് നമുക്ക് ഓപ്പൺ ടെറസ് ആയിട്ട് കിട്ടുന്ന സ്പേസ്. നമ്മൾ സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഒരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാസേജ് ശ്രദ്ധിച്ചറിയാം, നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ഏരിയയിൽ വലിയ ലാൻഡിങ് കൊടുക്കാതെ അതിൽ ഒരു ലിവിംഗ് സ്പേസ് വീണ്ടും ഫസ്റ്റ് ഫ്ലോറിൽ 1 സ്ക്വയർ ഫീറ്റ് അധികമായിട്ട് വരാതെ ജസ്റ്റ് ഒരു പാസിങ് കൊടുത്ത് ആ പാസേജ് വഴി 2 ബെഡ്റൂമുകളിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതാണ്. എല്ലാ ബെഡ്റൂംസിനും നമ്മൾ ബേ വിൻഡോസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെഡ്റൂംസിന്റെ എല്ലാം ക്രോസ് വെന്റിലേഷൻസ്, ഒന്നിൽ കൂടുതൽ വിൻഡോസ് ഡിഫറെന്റ് ആംഗിൾസിൽ ഡിഫറെന്റ് പൊസിഷനിൽ വരുന്ന വോൾസിൽ കൊടുത്ത് ക്രോസ് വെന്റിലേഷൻ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങൾ. അപ്പം ഈ പ്ലാനും എലിവേഷനും കണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. അതുപോലെ ഞങ്ങളുടെ വീടും പ്ലാനും സെഗ്മെന്റിലുള്ള വീഡിയോസ് കണ്ടിന്യൂസ് വരുന്നതായിരിക്കും. സോ ഫോർ മോർ അപ്ഡേറ്റ്സ് പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച്.